നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പച്ചപ്പുള്ള നഗരമെന്ന് 2021 സർവേയിലെത്തിയ നഗരം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളിലൊന്ന്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം. അതെ, 2009 15ാമത് ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ക്ലൈമറ്റ് ചേഞ്ച് സമ്മിറ്റ് നടന്നതും 2025 നടന്നതും ഇവിടെയാണ്. അതെ, സ്കാൻഡിനേവിയൻ രാജ്യമായ ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം കോപ്പൻഹേഗൻ. മനോഹരമായ കനാലുകൾ, പഴയ കെട്ടിടങ്ങൾ, ആധുനിക വാസ്തുവിദ്യ എന്നിവയുടെ സംയോജനത്തിനു പുറമെ ഈ സുന്ദരിയെ മനോഹരിയാക്കി നിലനിർത്തുന്നത് സൈക്കിളുകളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇതാ നമ്മുടെ റോഡുകളിലെ തിക്കും തിരക്കും കണ്ടാൽ കോപ്പൻഹേഗൻ ഊറിച്ചിരിക്കും. ഒരുപക്ഷെ ചിലരെങ്കിലും പറയും, ദാ ഇങ്ങോട്ട് നോക്കൂ, ഒരു ഗതാഗത കുരുക്കും ഞങ്ങളെ ബാധിക്കാറില്ല. കാരണം ഞങ്ങൾ കോപ്പൻഹേഗൻകാരാണ്, ഒന്നാന്തരം സൈക്കിൾ യാത്രക്കാരാണ്. ചെലവ് കുറവ്, യാത്ര, ഗതാഗതക്കുരുക്ക് ഇവയൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. വ്യായാമത്തിന് ജിമ്മിൽ പോകേണ്ട ആവശ്യവുമില്ല. 2016 കോപ്പൻഹേഗൻ്റെ മേയറായിരുന്ന മോർട്ടൻ ക്യാബിൻ്റെ ഔദ്യോഗിക വാഹനം സൈക്കിളായിരുന്നു. കോപ്പൻഹേഗൻ നഗരസഭയുടെ പരിസ്ഥിതി സാങ്കേതിക വിഭാഗം കൈകാര്യം ചെയ്യേണ്ടി വന്നത് മേയറായിരുന്ന മോർട്ടനായിരുന്നു. ഡെൻമാർക്കിൻ്റെ തലസ്ഥാന നഗരത്തെ സൈക്കിളിലേക്ക് നയിച്ചതിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു മോർട്ടൻ. പൊതുവെ ബൈക്ക് എന്നാണ് സൈക്കിളിനെ കോപ്പൻഹേഗൻകാർ വിളിച്ചിരുന്നത്. ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനും മലിനീകരണം കുറയ്ക്കാനും സാധിക്കുക വഴി ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ദി സിറ്റി സാധ്യമായി. എല്ലാവരും സൈക്കിൾ ഓടിക്കണമെന്ന നിർദ്ദേശം നൽകുകയോ അഭ്യർത്ഥിക്കുകയോ അല്ല കോപ്പൻഹേഗൻ ഭരണകർത്താക്കൾ ആദ്യം ചെയ്തത്. ആദ്യമായി സൈക്കിൾക്കാർക്കായി പ്രത്യേക പാത നിർമ്മിച്ചു. പിന്നീട് ജംഗ്ഷനുകളിൽ സൈക്കിളുകൾ സുരക്ഷിതമായി പൂട്ടിവയ്ക്കാൻ പ്രത്യേക ലോക്ക് പോയിന്റുകൾ സ്ഥാപിച്ചു. ഇതര വാഹനങ്ങൾക്ക് കൂടുതൽ പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തി മാതൃക കാട്ടാൻ. നഗരസഭ മേയർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സൈക്കിളിൽ യാത്ര തുടങ്ങി. ജനത്തിൻ്റെ മനസ്സ് മാറിയതോടെ നഗരത്തിൻ്റെ മുഖവും മാറി. ഫലമോ 3-4 കിലോമീറ്റർ യാത്ര ചെയ്യാൻ കാറിൽ 1 മണിക്കൂർ വേണമെങ്കിൽ സൈക്കിളിൽ 10 മിനിറ്റ് മതിയെന്ന സ്ഥിതിയായി. കാറിൽ പോകുന്നവരെ പരിസ്ഥിതി വിരുദ്ധനായി സമൂഹം കാണുന്ന സ്ഥിതി. സൈക്കിളിൽ പോകുന്നവരോട് ആദരവും. കോപ്പൻഹേഗൻ വിവിധതരം സൈക്കിളുകളുടെ പട്ടണം കൂടിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത നഗരത്തിൻ്റെ മനോഹാരിതയ്ക്ക് കോപ്പൻഹേഗൻ ഒരു മാതൃകയായിട്ടുണ്ടോ എന്ന് സംശയം നിലനിർത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. സാലിക്കുരാക്കാർ.